പണ്ട് അംബേദ്കർ നന്നാക്കുന്ന പദ്ധതി വരുന്നു, മുസൽമാനെ നന്നാക്കാനുള്ള പദ്ധതി ഇപ്പോ ഓൺഗോയിങ് ആണ്, സച്ചാറും പ്യാലോളിയും. പക്ഷേ ഇവിടെ ജനിച്ചു വളർന്ന് കാട് വെട്ടിത്തെളിച്ച് നിങ്ങൾക്ക് ഭൂമി ഉണ്ടാക്കി തന്ന കുറ്റം മാത്രമേ പാവപ്പെട്ട ആദിവാസി മുതൽ പുലയൻ വരെയുള്ള ഒരു ജനത ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ഉണ്ടാക്കി തന്നതിന്റെ പിൻബലത്തിൽ നിങ്ങൾ കയറിയിരുന്ന് ഞങ്ങളെ ഭരിച്ചോളൂ, പക്ഷേ ഞങ്ങളെ തകർക്കാനുള്ള പരിശ്രമം ഉണ്ടാകരുത്. ഞങ്ങളെ തകർക്കാനുള്ള സകല നിർദ്ദേശങ്ങളും ഇന്ത്യയിൽ രൂപപ്പെട്ടത് ബുദ്ധിരാക്ഷസന്മാരായ ഹിന്ദുവിന്റെ പേന തുമ്പിലൂടെയാണെന്ന കുറ്റപ്പെടുത്തൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു. മിശ്ര ആയാലും കൊള്ളാം, ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയാലും കൊള്ളാം, ഏത് കമ്മീഷനെടുത്ത് പരിശോധിച്ചാലും, സ്വാമിനാഥനായാലും കൊള്ളാം. സ്വാമിനാഥൻ കുട്ടനാടൻ പാക്കേജ് ഉണ്ടാക്കിയപ്പോഴും പാവപ്പെട്ട കർഷക തൊഴിലാളികളെ പുറത്തു നിർത്തിയിട്ടാണ് കുട്ടനാടൻ പാക്കേജ് രൂപപ്പെട്ടത്. ആ കുട്ടനാടൻ പാക്കേജ് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ ഉയർന്നു വരാൻ പോകുന്ന ഉജ്ജ്വലമായ സമരങ്ങൾ അതിജീവിച്ച് വേണം ഉമ്മൻചാണ്ടി ഗവൺമെന്റും ദേശീയ ഗവൺമെന്റിനും കുട്ടനാട് പാക്കേജ് പൂർത്തിയാക്കാൻ. അതുകൊണ്ട് കുട്ടനാട് പാക്കേജിൽ ഞങ്ങളെ ഒഴിച്ചു നിർത്തിയത് ശരിയല്ലെന്ന് പറയാൻ ഈ രാഷ്ട്രീയ കേരളം നാളെ മുതൽ ശബ്ദിക്കണം എന്ന് കൂടി വിനയപുരസരം